വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ട് മെത്തേഡുകളായിരുന്നു. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ആൻഡ് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. ഈ രണ്ട് മെത്തേഡുകളും ഉപയോഗിച്ച് പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ മാനേജ്മെൻറ്റ്. Operations research enhances a manager's ability to make long-range plans and to solve the routine problems of running an enterprise. ഒരു കമ്പനിയിലെ മാനേജറുടെ പ്രധാനപ്പെട്ട ജോലിയാണ് ആ ഒരു കമ്പനിയിൽ ദിനംപ്രതി നടക്കുന്ന പ്രോബ്ലംസ്, അതുപോലെ റുട്ടീനായി നടക്കുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക എന്നത്. ഇതിനിടയിൽ വരുന്ന പ്രോബ്ലംസും മറ്റും സോൾവ് ചെയ്യുകയും അങ്ങനെ ആ കമ്പനിയെ ഒരു പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക മാനേജറുടെ ജോബ്. ഇതിന് ആവശ്യമായ രീതിയിൽ ചില ടെക്നിക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അഥവാ മെത്തേഡ്സ് ഓഫ് ഓപ്പറേഷൻസ് റിസർച്ച്. അതിലെ ഫസ്റ്റ് വണ്ണാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. Second one, weighting theory or queuing theory, then game theory and dynamic programming. ഈ 4 മെത്തേഡുകൾ ഉപയോഗിച്ചാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് സോൾവ് ചെയ്യുന്നത്. ഇതിലെ ലീനിയർ പ്രോഗ്രാമിങ്ങിൽ തന്നെ വരുന്ന ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണ് ഗ്രാഫിക്കൽ മെത്തേഡ്സും അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്. ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡിൻ്റെ സബ് ക്ലാസിഫിക്കേഷനാണ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ആൻഡ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. മറ്റൊരു ലീനിയർ പ്രോഗ്രാമിംഗ് മെത്തേഡാണ് സിംപ്ലക്സ്. ഇതിലെ ഗ്രാഫിക്കൽ മെത്തേഡ് എന്താണെന്നും അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് എന്താണെന്നും ആണ് ഇമ്പോർട്ടൻ്റായി നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് മെത്തേഡ് ആണെങ്കിലെ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഗ്രാഫിക്കൽ മെത്തേഡ് വഴി പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് മുന്നോടിയായി നമുക്ക് അതിനോട് അനുബന്ധിച്ച ഫോർമുല ഡെവലപ്പ് ചെയ്യണം. അത് എങ്ങനെയാണെന്ന് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. A firm produces 3 products. These products are processed on 3 different machines. The time required to manufacture 1 unit of each of the 3 products and the daily capacity of the 3 machines are given in the table below. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫേം 3 പ്രൊഡക്റ്റുകളാണ് ഉണ്ടാക്കുന്നത്. ഈ 3 പ്രൊഡക്റ്റുകളും 3 ഡിഫറെൻ്റ് മെഷീൻസിലാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഒരു യൂണിറ്റ്, ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഈ 3 പ്രൊഡക്റ്റുകളുടെയും ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട സമയം തന്നിട്ടുണ്ട്. അതുപോലെ മെഷീനിൻ്റെ കപ്പാസിറ്റിയും തന്നിട്ടുണ്ട്. ഈ ടേബിൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ആദ്യത്തെ കോളത്തിൽ മെഷീൻ M1, M2, M3 ഇങ്ങനെ തന്നിട്ടുണ്ട്. 3 മെഷീൻസുകളുണ്ട്. അതുപോലെ 3 പ്രൊഡക്റ്റുകളുണ്ട്. പ്രൊഡക്റ്റ് 1, പ്രൊഡക്റ്റ് 2, പ്രൊഡക്റ്റ് 3 എന്ന് പറഞ്ഞ് 3 പ്രൊഡക്റ്റുകളുണ്ട്. ഇതിലെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഓരോ മെഷീൻ്റെയും
ഓരോ പ്രൊഡക്റ്റുകളുടെയും നേർക്കായി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെഷീൻ M1, M3 ഈ 3 മെഷീനുകളുടെയും മെഷീൻ കപ്പാസിറ്റി, അതായത് ഒരു ദിവസം എത്ര മിനിറ്റ് വർക്ക് ചെയ്യും എന്നതും തന്നിട്ടുണ്ട്. ഈ ഒരു ടേബിളിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഉപയോഗിച്ച് ആണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. സോ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ: ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഡിറ്റർമൈൻ ദ ഡെയിലി നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി മാനുഫാക്ചേർഡ് ഫോർ ഈച്ച് പ്രൊഡക്റ്റ്. ഓരോ പ്രൊഡക്റ്റും ഒരു ദിവസം എത്ര എണ്ണം വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതുപോലെ തന്നെ ദ പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഫോർ പ്രൊഡക്റ്റ് 1, 2 and 3 ആർ ₹4, ₹3 and ₹6 റെസ്പെക്റ്റീവ്ലി. ഒരു യൂണിറ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ₹4, ₹3 and ₹6. ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇതെങ്ങനെ സോൾവ് ചെയ്യുമെന്ന് നോക്കാം. അതിനായി നമുക്ക് ആദ്യം ഇതിൻ്റെ ഫോർമുല ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്, ഫ്രം ദ സ്റ്റഡി ഓഫ് ദ സിറ്റുവേഷൻ ഫൈൻഡ് ദ കീ ഡിസിഷൻ ടു ബി മെയ്ഡ്. ഇൻ ദ ഗിവൺ സിറ്റുവേഷൻ കീ ഡിസിഷൻ ഈസ് ടു ഡിസൈഡ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് പ്രൊഡക്ട്സ് 1, 2 and 3. ഇവിടെ ഈ പ്രോബ്ലത്തിലെ കീ ഡിസിഷൻ, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഡിസിഷൻ ആണ് ആദ്യം ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഈ പ്രോബ്ലത്തിൽ കീ ഡിസിഷൻ എന്ന് പറയുന്നത് ഓരോ പ്രൊഡക്റ്റും ഒരു ദിവസത്തിൽ മാക്സിമം എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതാണ് കീ ഡിസിഷൻ എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 2, ലെറ്റ് ദ എക്സ്റ്റെൻസ് ഓഫ് പ്രൊഡക്ട്സ് 1, 2 and 3 manufactured daily be X1, X2 and X3 respectively. ഒരു ദിവസം ടോട്ടലായി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്, അതായത് ഓരോ പ്രൊഡക്റ്റും എത്ര യൂണിറ്റ് ചെയ്യുന്നുണ്ടെന്നതിൻ്റെ മാക്സിമം ലിമിറ്റാണ് X1, X2, X3 എന്ന് കൊടുത്തിട്ടുള്ളത്. തേർഡ് സ്റ്റെപ്പിൽ express the feasible alternatives mathematically in terms of variables. In the given situation, feasible alternatives are set of values of x1, x2 and x3. Where x1, x2, x3 is always greater than or equal to 0. Production എന്ന് പറയുന്നത് അതിന് നെഗറ്റീവ് ഇല്ല. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവാണ്. അത് കാരണം തന്നെ അതിന് നെഗറ്റീവ് ഇല്ല. സോ x1, x2, x3 എന്ന് പറയുന്നത് എപ്പോഴും സീറോയിലും ഒന്നുകിൽ സീറോയിനോട് ഈക്വൽ അല്ലെങ്കിൽ അതിനേക്കാൾ വലുതായിരിക്കും. സോ x1, x2, x3 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് മെൻഷൻ ദ ഒബ്ജക്റ്റീവ് ആൻഡ് എക്സ്പ്രസ് ഇറ്റ് ആസ് എ linear function of variables. In the present situation, objective is to maximize the profit. ഈ ഒരു പ്രോബ്ലത്തിലെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം എന്നതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് നോക്കാം. മാക്സിമൈസ് z ഈക്വൽ ടു 4x1 + 3x2 + 6x3. ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് കാണാം, ഇവിടെ ഒരു യൂണിറ്റ് ഉണ്ടാവുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് ₹4, ₹3 and ₹6. ഇതിനെ മാക്സിമൈസ് ചെയ്യുക എന്നതാണ് ഒബ്ജക്റ്റീവ്. സോ മാക്സിമൈസ് z ഈക്വൽ ടു 4x1 + 3x2 + 6x3. ഇതിലെ x1, x2, x3 എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളത് എടുത്തിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റ് ഒരു ദിവസം മാക്സിമം എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിനെയാണ് x1, x2, x3 എന്ന് എടുത്തിട്ടുള്ളത്.
ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്പ്രസ് ദ കൺസ്ട്രെയിൻസ് ഓർ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ആസ് ലീനിയർ ഇക്വാലിറ്റീസ് ഓർ ഇൻഇക്വാലിറ്റീസ് ഇൻ ടേംസ് ഓഫ് വേരിയബിൾസ്. ഇവിടെ ഈ ഒരു ടേബിൾ എടുത്തു കഴിഞ്ഞാൽ അറിയാം, ഈ ടേബിളിലെ 3 കണ്ടീഷനാണുള്ളത്. ഒന്ന്, മെഷീൻ 1ൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീൻ കപ്പാസിറ്റി, ഓരോ മെഷീൻ്റെയും കപ്പാസിറ്റി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന സമയം തന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് വേരിയബിൾ കൺസ്ട്രെയിൻസ് രൂപപ്പെടുത്തിയെടുക്കാം. ഫസ്റ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് 2x1 + 3x2 + 2x3 is less than or equal to 440. ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്കറിയാം പ്രൊഡക്റ്റ് 1 ഫസ്റ്റ് മെഷീൻ്റെ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്റ്റ് 1 എന്ന് പറയുന്നത് 2 മിനിറ്റ് ആണ് എടുക്കുന്നത്. പ്രൊഡക്റ്റ് 1ൻ്റെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 2 മിനിറ്റ്, പ്രൊഡക്റ്റ് സെക്കൻഡിൻ്റെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 3 മിനിറ്റും, അതുപോലെ തേർഡ് പ്രൊഡക്റ്റിൻ്റെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 2 മിനിറ്റുമാണ് എടുക്കുന്നത്. ഫസ്റ്റ് മെഷീൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 440 മിനിറ്റ്സ് പെർ ഡേ ആണ്. സോ നമുക്ക് വേരിയബിൾ കൺസ്ട്രെയിൻസ് ആയിട്ട് എടുക്കേണ്ടത് 2x1 + 3x2 + 2x3 is less than or equal to 440. Second one, 4x1 + 0x2 + 3x3 is less than or equal to 470. Third constraint, 2x1 + 5x2 + 0x3 is less than or equal to 430 എന്നിങ്ങനെയാണ്. ഇങ്ങനെയാണ് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് മോഡലിൻ്റെ ഫോർമുല രൂപപ്പെടുത്തി എടുക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ്, എ ഫർണിച്ചർ മാനുഫാക്ചറർ മേക്സ് 2 products x1, x2, namely chairs and tables. Each chair contributes a profit of ₹20 and each table ₹40. Chairs and tables from raw material to finished product are processed in 3 sections, S1, S2 and S3. In section S1, each chair requires 1 hour and each table requires 4 hours of processing. In section S2, each chair requires 3 hours and each table 1 hour. And in section S3, the times are 1 and 1 hour respectively. The manufacturer wants to optimize his profits if sections S1, S2 and S3 can be availed for not more than 24, 21 and 8 hours respectively. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഫർണിച്ചർ മാനുഫാക്ചറർ 2 പ്രൊഡക്റ്റുകളാണ് ഉണ്ടാക്കിയിരുന്നത്, ചെയർ ആൻഡ് ടേബിൾ. അതിലെ ചെയർ x1 ആയും ടേബിൾ x2 ആയും എടുത്തു. ഒരു ചെയർ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20 റുപ്പീസാണ്. ഒരു ടേബിൾ ഉണ്ടാക്കുമ്പോൾ ലഭിക്കുന്ന പ്രോഫിറ്റ് 40 റുപ്പീസാണ്. 3 സെക്ഷനുകളിലായിട്ടാണ് റോ മെറ്റീരിയൽ, അതായത് മരത്തിൽ നിന്ന് ചെയറും ടേബിളും ഉണ്ടാക്കുന്നതായിട്ടാണ്. ഇതിലെ ആദ്യത്തെ സെക്ഷനിൽ ചെയർ ഉണ്ടാക്കിയെടുക്കാൻ 1 മണിക്കൂറും അതുപോലെ ടേബിൾ ഉണ്ടാക്കിയെടുക്കാൻ 4 മണിക്കൂറും എടുക്കുന്നു. രണ്ടാമത്തെ സെക്ഷനിൽ ഒരു ചെയർ ഉണ്ടാക്കാൻ 3 അവേഴ്സും ഒരു ടേബിൾ ഉണ്ടാക്കാൻ 1 അവറും എടുക്കുന്നു. അതുപോലെ മൂന്നാമത്തെ സെക്ഷനിൽ ചെയറും ടേബിളും ഉണ്ടാക്കിയെടുക്കാൻ മണിക്കൂർ വീതം എടുക്കുന്നു. ഇവിടെ ക്വസ്റ്റ്യനിൽ ഈ മാനുഫാക്ചറർക്ക് ഏറ്റവും പ്രോഫിറ്റബിളായ രീതിയിൽ എങ്ങനെ ചെയറും ടേബിളും ക്വസ്റ്റ്യൻ വരുന്നത്. ഇവിടെ ഓരോ സെക്ഷൻ്റെയും പരമാവധി ഡ്യൂറേഷനും കൊടുത്തിട്ടുണ്ട്. S1ൻ്റെ 24, S2 21 and S3 8 hours respectively. So
സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ലീനിയർ പ്രോഗ്രാമിംഗ് മോഡൽ ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. സോ ഇവിടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ₹20 ആൻഡ് ₹40 ആണ്. അത് കാരണം തന്നെ അത് രണ്ടും മാക്സിമൈസ് ചെയ്യുക എന്നതാണ് ഒബ്ജക്റ്റീവ്. സോ മാക്സിമൈസ് Z ഈക്വൽ ടു 20x1 പ്ലസ് 40x2. ഇതിലെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം 3 സെക്ഷനുകളിലായിട്ടാണ്. അതിലെ x1 പ്ലസ് ആദ്യത്തെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ചെയർ ഉണ്ടാക്കാൻ 1 മണിക്കൂറും അതുപോലെ ടേബിളിന് 4 മണിക്കൂറുമാണ് വേണ്ടത്. സോ x1 പ്ലസ് 4x2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24. S1 എന്ന് പറഞ്ഞ സെക്ഷൻ്റെ മാക്സിമം ഡ്യൂറേഷൻ 24 ആയ കാരണം x1 പ്ലസ് 4x2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24 എന്ന് ഫസ്റ്റ് കൺസ്ട്രെയിൻ്റായി എടുത്തു. സെക്കൻഡ് വൺ നമുക്കറിയാം സെക്ഷൻ 2ൽ ചെയറിന് 3 മണിക്കൂറും അതുപോലെ ടേബിളിന് 1 മണിക്കൂറുമാണ് എടുക്കുന്നത്. സോ 3x1 പ്ലസ് x2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 21. തേർഡ് സെക്ഷനിൽ ചെയർ ആൻഡ് ടേബിൾ ഉണ്ടാക്കിയെടുക്കാൻ ഓരോ മണിക്കൂറാണ് എടുക്കുന്നത്. സോ x1 പ്ലസ് x2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 hours. ഈ 3 കൺസ്ട്രെയിൻസ് x1 always greater than or equal to 0. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നത് ഇക്വാലിറ്റി ആക്കി മാറ്റുക എന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അതായത് ആദ്യത്തെ കൺസ്ട്രെയിനിൽ x1 പ്ലസ് 4x2 ഈസ് ഈക്വൽ ടു 24 എന്ന് കൊടുക്കുക. സെക്കൻഡ് കൺസ്ട്രെയിനിൽ 3x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു 21 എന്നും അതുപോലെ തേർഡ് കൺസ്ട്രെയിനിൽ x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു 8 എന്നും കൊടുക്കുക. അതുപോലെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. x1 പ്ലസ് 4x2 ഈസ് ഈക്വൽ ടു 24. സോ ഇതിലെ x1ന് 0യും കൊടുത്തു കഴിഞ്ഞാൽ x2ന് കിട്ടുന്ന വാല്യൂ എന്താണെന്ന് നോട്ട് ചെയ്യുക. ഇവിടെ x1ന് 0 കൊടുക്കുകയാണെങ്കിൽ 4x2 ഈസ് ഈക്വൽ ടു 24 എന്ന് വരും. സോ അതിൽ നിന്ന് x2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ആയിരിക്കും. അതുപോലെ തന്നെ ഈ സെയിം ഇക്വേഷനിൽ തന്നെ x2ന് 0 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് x1 ഈസ് ഈക്വൽ ടു 24 എന്ന് കിട്ടും. ഒരു ഗ്രാഫ് പേപ്പറിൽ എക്സ് ആക്സിസും വൈ ആക്സിസും മാർക്ക് ചെയ്യുക. എക്സ് ആക്സിസിൽ x1ഉം വൈ ആക്സിസിൽ x2ഉം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ഡിവിഷനും 5 ആയാണ് എടുത്തിട്ടുള്ളത്. 0, 5, 10, 15, 20, 25, 30 എന്നിങ്ങനെ 5 ആണ് ഓരോ ഡിവിഷനും എടുത്തിട്ടുള്ളത്. ഇവിടെ ആദ്യത്തെ ഇക്വേഷനിലെ x1 0 ആവുമ്പോൾ x2 6 ആവുന്നു എന്നതും x2 0 ആവുമ്പോൾ x1 24 ആവുന്നു എന്നതും മാർക്ക് ചെയ്യുക. ഈ ഇക്വേഷനിൽ നമുക്ക് ഈ ഒരു ഗ്രാഫിക്കിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും ആദ്യത്തെ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 പ്ലസ് 4x2 ഇസ് ഈക്വൽ ടു 24 എന്ന ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ അതിലെ നമ്മൾ x1 0 ആവുമ്പോൾ കിട്ടുന്ന വാല്യൂ x2ന് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. അതുപോലെ തന്നെ x2 0 ആവുമ്പോൾ x1ന് കിട്ടുന്ന വാല്യൂ 24 ആണ്. ഇത് രണ്ടും മാർക്ക് ചെയ്തതിന് ശേഷം ആ രണ്ട് പോയിന്റുകളും തമ്മിൽ ജോയിൻ ചെയ്യുക. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷനായ 3x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 21 എന്ന ഇക്വേഷനിൽ ആദ്യം x1ന് 0യും അതുപോലെ ആദ്യം x1ന് 0 കൊടുത്തു കഴിഞ്ഞാൽ x2 എന്നതിന് 21 എന്ന വാല്യൂ കിട്ടും. സോ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 0, 21 ആണ്. x2ന് 0 വാല്യൂ കൊടുക്കുകയാണെങ്കിൽ x1 ഈസ് ഈക്വൽ ടു 21/3 എന്ന് കിട്ടും, ഈക്വൽ ടു 7. സോ നെക്സ്റ്റ് പോയിന്റ് വിൽ ബി 7, 0.
ഈ ഇക്വേഷൻ ഒരു ഗ്രാഫിക്കൽ മെത്തേഡിൽ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് അറിയാം സെക്കൻഡ് ഇക്വേഷനായ 3x1 + x2 എന്ന ലൈനിൻ്റെ ആദ്യത്തെ പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് x1 ആക്സിസിൽ നമുക്കറിയാം x1 ആക്സിസിൽ x1ൻ്റെ വാല്യൂ 0 ആവുമ്പോൾ x2 എന്ന് പറയുന്നത് 21 ആയിരിക്കും. x2 എന്ന് പറയുന്നത് 0 ആവുമ്പോൾ x1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7 ആയിരിക്കും. ഈ രണ്ട് പോയിന്റുകളും മാർക്ക് ചെയ്തതിന് ശേഷം ആ പോയിന്റുകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. ഈ ലൈനാണ് 3x1 + x2 = 21 എന്ന ഇക്വേഷൻ്റെ ലൈൻ. ആൻഡ് ലാസ്റ്റ് കൺസ്ട്രെയിൻ്റ് ആയ x1 + x2 = 8 എന്ന പോയിൻ്റ് എടുക്കുമ്പോൾ ആദ്യം x1ന് 0 കൊടുക്കുമ്പോൾ x2ൻ്റെ വാല്യൂ 8ഉം അതുപോലെ x2ന് 0 കൊടുക്കുമ്പോൾ x1ൻ്റെ വാല്യൂ 8ഉം നമുക്ക് കിട്ടുന്നു. ഇതും ഈ ഒരു ഗ്രാഫിൽ അടയാളപ്പെടുത്തുക. അവിടെ x1 + x2 = 8 എന്ന് പറയുന്ന ഒരു ലൈൻ നമുക്ക് കാണാം. x1 0 ആകുമ്പോൾ x2 8 ആവുന്നു, അതുപോലെ x2 0 ആകുമ്പോൾ x1 8 ആകുന്നു. ആ രണ്ട് ലൈനുകളും ആ രണ്ട് പോയിന്റുകളും തമ്മിൽ ബന്ധിപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലൈൻ കിട്ടും. ആ ലൈനാണ് x1 + x2 = 8 എന്ന കൺസ്ട്രെയിൻറ്റിൻ്റെ ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ any combination of values x1 and x2 which satisfy the constraints and meets the non-negativity condition is called feasible solution. ഇവിടെ ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാം ഈ മൂന്ന് ലൈനുകളുടെയും കോമൺ ആയി വരുന്ന ഏരിയ എന്ന് പറയുന്നത് എ ബി സി ആയിരിക്കും. ഒ എ ബി സി ആയിരിക്കും. ഈ മൂന്ന് ലൈനുകളുടെയും താഴെ കോമൺ ആയി വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഒ എ ബി സി ഡി എന്ന പോയിൻ്റ് ആയിരിക്കും. ഒ എ ബി സി ഡി. സോ ഈ ഒരു ഏരിയ ലൈൻസ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് വരയ്ക്കുക. ഒ എ ബി സി ഡി എന്ന 5 പോയിന്റുകൾക്കിടയിൽ വരുന്ന ഏരിയയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇതിനെയാണ് ഫീസിബിൾ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഇവിടെ ഒ അല്ലെങ്കിൽ 0 എന്ന് പറയുന്ന പോയിന്റിലെ നമുക്കറിയാം x1ൻ്റെയും x2ൻ്റെയും വാല്യൂ 0 ആയിരിക്കും. ഇത് നമുക്ക് ആദ്യം ലഭിച്ച ഇക്വേഷനിൽ, അതായത് മാക്സിമൈസ് ചെയ്യേണ്ട ഇക്വേഷൻ z = 20x1 + 40x2 എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഫസ്റ്റ് ഒ അല്ലെങ്കിൽ 0 എന്ന് പറഞ്ഞ കോർണർ പോയിന്റ് എടുക്കുമ്പോൾ അവിടെ z = 0 എന്നാണ് കിട്ടുക. സെക്കൻഡ് പോയിൻ്റായ എ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ x1 0ഉം x2 എന്ന് പറയുന്നത് 6ഉം ആയിരിക്കും. സോ ഈ ഇക്വേഷനിൽ x1ന് പകരം 0 ആൻഡ് x2ന് പകരം 6 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 240 ആയിരിക്കും. തേർഡ് പോയിൻ്റായ ബി കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് x1 = 2.5 ആൻഡ് x2 = 5.375 എന്നായിരിക്കും. സോ z എന്ന ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ z = 265 എന്ന് ലഭിക്കുന്നു. സി എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്കറിയാം അവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ ഗ്രാഫിൽ നിന്ന് ലഭിക്കുന്നത് x1 = 6.25 ആൻഡ് x2 = 1.5 എന്നാണ്. സോ ഇവിടെ z എന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 185 ആയിരിക്കും. ഡി എന്ന പോയിന്റിൽ ലഭിക്കുന്നത് 7, x1ൻ്റെ വാല്യൂ 7ഉം അതുപോലെ x2ൻ്റെ വാല്യൂ 0ഉം ആയിരിക്കും. സോ അവിടെ z എന്ന് പറയുന്നത് 140 ആയിരിക്കും. ഈ 5 പോയിന്റുകളിലെയും മാക്സിമം z എന്ന് പറയുന്നത് 265 ആയിരിക്കും. സോ അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന x1ൻ്റെയും x2ൻ്റെയും വാല്യൂസ് ആയ
2.5ഉം 5.375 ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഗ്രാഫിക്കൽ മെത്തേഡിലെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സൊല്യൂഷൻ സോൾവ് ചെയ്യുന്നത്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. മറ്റൊരു പ്രോബ്ലം കൺസിഡർ ചെയ്യുകയാണ്. ഡിഫറൻസ് വരുന്നത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ മാക്സിമൈസ് എന്നായിരുന്നു അവിടെ എടുത്തിരുന്നത്, പ്രോഫിറ്റ് ആയിരുന്നത് കാരണം മാക്സിമൈസ് ആയിരുന്നു ചെയ്യേണ്ടത്. ഇവിടെ സോൾവ് ദ ഫോളോയിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി മിനിമൈസ് z ഈസ് ഈക്വൽ ടു 2x + 3y. അവിടെ കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട്. x + y ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6, 2x + y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7, x + 4y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. ഇങ്ങനെ 3 കൺസ്ട്രെയിൻസും അതുപോലെ മിനിമൈസ് ചെയ്യേണ്ട ഇക്വേഷനും തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അതായത് 3 കൺസ്ട്രെയിൻസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇൻഇക്വാലിറ്റിക്ക് പകരം ഇക്വാലിറ്റി ആക്കുക. അതായത് ആദ്യത്തെ കൺസ്ട്രെയിനിൽ x + y ഈസ് ഈക്വൽ ടു 6 എന്നും രണ്ടാമത്തെ കൺസ്ട്രെയിനിൽ 2x + y ഈസ് ഈക്വൽ ടു 7 എന്നും തേർഡ് കൺസ്ട്രെയിനിൽ x + 4y ഈസ് ഈക്വൽ ടു 8 എന്നും കൊടുക്കുക. ഇതിലെ ഓരോ ഇക്വേഷനിലും എക്സിൻ്റെയും വൈയുടെയും വാല്യൂ 0 ആയി എടുക്കുക. അതായത് ആദ്യം എക്സ് 0 ആയി എടുത്ത് വൈയുടെ വാല്യൂയും അതുപോലെ y 0 ആയി എടുത്ത് എക്സിൻ്റെ വാല്യൂയും കണ്ടുപിടിക്കുക. രണ്ടാമത്തെ ഇക്വേഷനിലും ഇതുപോലെ തന്നെ ചെയ്യുക. രണ്ടാമത്തെയും മൂന്നാമത്തെ ഇക്വേഷനിലും ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് 6 പോയിന്റുകൾ കിട്ടും. ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് 0, 6 എന്നും 6, 0 എന്ന് പറഞ്ഞ 2 പോയിന്റുകളും, സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് 0, 7 എന്നും 3.50 എന്ന 2 പോയിന്റുകളും, തേർഡ് ഇക്വേഷനിൽ നിന്ന് 0, 2 എന്നും 8, 0 എന്ന് പറഞ്ഞ 2 പോയിന്റുകളും ലഭിക്കും. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഗ്രാഫ് കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നതാണ്. ഓരോ ഇക്വേഷനും അനുസരിച്ച് ഗ്രാഫ് കൺസ്ട്രക്റ്റ് ചെയ്യുക. ഇതിലെ ആദ്യത്തെ ഇക്വേഷനായ 0, 6 ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് ലഭിക്കുന്ന വാല്യൂസായ 0, 6ഉം 6, 0യും കണക്ട് ചെയ്യുമ്പോൾ ഒരു ലൈൻ ലഭിക്കുന്നു. ഇക്വേഷൻ 1ൻ്റെ ലൈൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്ന 0, 7ഉം അതുപോലെ 3.50 എന്ന് പറഞ്ഞ 2 പോയിന്റുകളും കണക്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് ഇക്വേഷൻ 2ൻ്റെ ലൈനും, അതുപോലെ 0, 2, 8, 0 എന്ന് പറഞ്ഞ 2 പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈൻ എന്ന് പറയുന്നത് ഇക്വേഷൻ 3യുടെ ലൈനും ആയിരിക്കും. ഇവിടെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്ന് വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് അൺബൗണ്ടഡ് സൊല്യൂഷൻ റീജിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ മാക്സിമൈസ് ചെയ്യാനുള്ള പ്രോബ്ലം ആയിരുന്നു. ഈ ഒരു പ്രോബ്ലത്തിൽ മിനിമൈസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഈ വരുന്ന ലൈനുകൾക്ക് ഒന്നും കോമൺ അല്ലാത്ത ഒരു ഏരിയയാണ് അവിടെ മാർക്ക് ചെയ്യേണ്ടത്. സോ ഈ ഒരു പോയിന്റുകൾ എടുത്തു കഴിഞ്ഞാൽ എ, ബി, സി, ഡി എന്ന് പറഞ്ഞ പോയിന്റുകൾക്ക് പുറത്തേക്ക് വരുന്ന ഭാഗം, അതായത് ഇവിടെ മിനിമൈസേഷൻ പ്രോബ്ലം ആയ കാരണം കോമൺ അല്ലാത്ത റീജിയൻ ആണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. സോ ഇവിടെ കിട്ടുന്ന അൺബൗണ്ടഡ് സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത് എ, ബി, സി, ഡി എന്ന പോയിന്റുകളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഭാഗമാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയ ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് ലഭിച്ച 4 പോയിന്റുകളായ എ, ബി, സി, ഡി ഇവിടെ കറക്റ്റ് വാല്യൂ ഈ ഗ്രാഫിൽ നിന്ന് എടുത്തതിന് ശേഷം അത് മിനിമൈസേഷൻ ഇക്വേഷനായ 2x + 3yയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ എന്ന പോയിന്റിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 21 ആയിരിക്കും, ബിയിൽ 17, സി 13, ഡിയിൽ നമുക്ക് ലഭിക്കുന്നത് 24 എന്നായിരിക്കും. ഇസഡ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ വാല്യൂസാണ് 21, 17, 13 ആൻഡ് 24. ഇവിടെ
മിനിമൈസേഷൻ പ്രോബ്ലം ആയ കാരണം ഇസഡിൻ്റെ ഏറ്റവും മിനിമമായ വാല്യൂ ആയ 13 ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇവിടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് x ഈസ് ഈക്വൽ ടു 5.3 ആൻഡ് y ഈസ് ഈക്വൽ ടു 0.8 എന്നായിരിക്കും. ഇവിടെ ഏറ്റവും മിനിമമായി വരുന്ന ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് 13 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന എക്സ് ആൻഡ് വൈയുടെ വാല്യൂസ് എന്ന് പറയുന്നത് 5.3ഉം 0.8ഉമാണ്. സോ ഇവിടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 5.3 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 0.8 എന്നതാണ്.